ഇന്ത്യക്കാരനല്ലല്ലോ അവൻ എന്താണ് ഇസ്രായേൽ സീനല്ലയോ, അത് വിദേശി ദൈവമല്ലയോ? പ്രിയപ്പെട്ട ശ്രദ്ധ വെച്ച് കേൾപ്പേൻ. നമ്മുടെ അറിവില്ലായ്മയും അന്ധമായിരിക്കുന്ന മതവിശ്വാസവും നിങ്ങളുടെ രക്ഷയെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ നോക്കുവിന് 6000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഖണ്ഡങ്ങളായിരുന്നില്ല. ഈ ഭൂമി ഏഷ്യ ഭൂഖണ്ഡമെന്നോ ആഫ്രിക്കൻ ഭൂഖണ്ഡമെന്നോ യൂറോപ്പിനെന്നോ അമേരിക്കനെന്നോ ഓസ്ട്രേലിയനെന്നോ വേർതിരിക്കപ്പെട്ടിരുന്നില്ല. ശാന്തസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ ഓഷ്യനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ഒരു സമുദ്രവും ഓരോ ഒരു കരയുമായിട്ട് ഈ ഭൂമി കിടന്നു. വെറും 4000 വർഷത്തെ ചരിത്രം മാത്രമേ ഭൂമിയിൽ ഈ ഖണ്ഡങ്ങളായിട്ട് ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ മധ്യഭാഗമായിരിക്കുന്ന ഏതിൽ അവനെ നിർത്തി. നോക്കുവിൻ, മധ്യധരണ്യാഴി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇറാനെ പറ്റി ഇസ്രായേലിനെ പറ്റി പറയുമ്പോൾ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന സമുദ്രമാണ് ഈ മെഡിറ്ററേനിയൻ സീ. അവിടുന്ന് അത്ര ജീവൻ ഉണ്ടായിരുന്നുള്ള തെളിവും കൂടിയാണ് ഈ മധ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉരുണ്ടിരിക്കുന്ന ഈ ഗോളത്തിന്റെ മധ്യം കണ്ടെത്തുവാൻ കഴിയുമോ? കഴിയത്തില്ല. എന്നാൽ 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമി ഇങ്ങനെ ഖണ്ഡങ്ങളായിട്ട് വേർതിരിയപ്പെട്ടത്. അങ്ങനെ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും സത്യം വെച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സത്യത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറയുന്നത്, സൗമ്യനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു പുരുഷനെ ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വ്യത്യസ്ത ആ ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ പല ഭാവങ്ങളും രൂപങ്ങളും കൊടുത്ത് അവനെ ആരാധിക്കാൻ വന്നത്. എന്നാൽ ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ഒരേ ഒരു പുരുഷനെ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഒരൊറ്റ മനുഷ്യനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അവനെ ദൈവം അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയുവിന് ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും നിലത്തെഴിയുന്ന എല്ലാ ഉരക ജാതികളുടെ മേലും വാഴുവിന് അവനോട് കൽപ്പിച്ചു.